കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ് അല്ലേ. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം കമ്മ്യൂണിസ്. അപ്പം കമ്മ്യൂണിസ് എന്ന വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് കോമൺ, സർവ്വസാധാരണം അല്ലെ കോമൺ ആയിട്ട് കമ്മ്യൂണിറ്റി. The term communication refers to the flow of information, ideas, feelings and emotion from one person to others or other. Okay, ഇവിടെ പറയുന്നത് the term communication refers to the flow of information. Term of communication എന്ന് പറയുന്നത് flow of information, വിവരങ്ങളുടെ ഫ്ലോ ആണ്, അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ ഫീലിങ്സ്, ഇമോഷൻ. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് വിവരങ്ങൾ, ഐഡിയാസോ ഫീലിങ്സോ എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. In case of business, it helps in the smooth running of various operations. ബിസിനസ്സിൽ ഈ കമ്മ്യൂണിക്കേഷൻ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് സഹായിക്കും. There are two forms of communication available in business, internal and external. ബിസിനസ്സിൽ രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആഭ്യന്തരമായിട്ടുള്ളതുണ്ട്, എക്സ്റ്റേണൽ ബിസിനസ്സിന് പുറത്തുള്ളതും ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസിനസ്സിലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈഡ് ഇൻടു ടു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇനി മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സർവീസ്, 2 കൊറിയർ സർവീസ്, 3 ഇലക്ട്രോണിക് മീഡിയ, 4 ടെലികോം സർവീസസ്. ഇവിടെ മോഡ്സ് ഓഫ് സർവീസ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? പോസ്റ്റൽ സർവീസ്, കൊറിയർ സർവീസസ്, ഇലക്ട്രോണിക് മീഡിയ, ടെലികോം സർവീസ്. അല്ലെ ഫസ്റ്റ് വൺ പോസ്റ്റൽ സർവീസസ് ആണ്. ഇന്ത്യൻ പോസ്റ്റ് പ്രൊവൈഡ് വേരിയസ് പോസ്റ്റൽ സർവീസസ് അക്രോസ് ഇന്ത്യ. നമുക്ക് ഇന്ത്യ പോസ്റ്റ് ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യുന്നു, കുറെ പോസ്റ്റൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ പ്രൊവൈഡിങ് ദീസ് സർവീസസ് ദ ഹോൾ കൺട്രി ഹാസ് ബീൻ ഡിവൈഡ് ഇൻടു 22 പോസ്റ്റൽ സർക്കിൾ. ഇപ്പോൾ രാജ്യത്ത് മൊത്തത്തിലായിട്ട് 22 പോസ്റ്റൽ സർക്കിളായിട്ട് തരംതിരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റൽ സർവീസസ് ഇന്ത്യയിൽ നൽകുന്നത്. ദ വേരിയസ് ഫെസിലിറ്റീസ് ടു പ്രൊവൈഡ് ബൈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പല ഫെസിലിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെയാണ് മെയിൽ ഫെസിലിറ്റീസ്, മെയിൽ ചെയ്യുക അല്ലേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്മിഷൻ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഓൺ പ്ലേസ് ടു അനദർ. അപ്പം ലെറ്ററുകളോ പാഴ്സലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മെയിൽ ഫെസിലിറ്റിക്കകത്ത് ഫസ്റ്റ് അവർ പ്രാധാന്യം നൽകുന്നത്. ദ പ്രൊവൈഡ് ഫെസിലിറ്റീസ് ലൈക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ്, ഇൻഷ്യൂർഡ് പോസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മെയിൽ ഫെസിലിറ്റിക്കകത്ത് വരുന്നത്. അടുത്തതാണ് ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളും പോസ്റ്റൽ സർവീസ് വഴി വരുന്നുണ്ട്. പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ, പെൻഷനൊക്കെ പോസ്റ്റൽ വഴി വരുന്നുണ്ടല്ലേ. അതേ പ്രൊവൈഡ് മന്ത്ലി ഇൻകം സ്കീം. ചില മന്ത്ലി ഇൻകം സ്കീമുകളും ഉണ്ട്. ഇതുപോലെ ഫിനാൻഷ്യൽ ഫെസിലിറ്റിക്കകത്ത് വരുന്ന മന്ത്ലി ഇൻകം സ്കീം, പോസ്റ്റ് ഓഫീസ് സിറ്റികളുണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുണ്ട്, സേവിംഗ് അക്കൗണ്ട് ഉണ്ട്, ടൈം ഡെപ്പോസിറ്റ് ഉണ്ട്, മണി ഓർഡർ ഫെസിലിറ്റി ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ആണ്. പോസ്റ്റൽ സർവീസ് നൽകുന്ന സാമ്പത്തിക ഫെസിലിറ്റികളാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെസിലിറ്റികളാണ്. പോസ്റ്റ് ഓഫീസ് ഓൾസോ പ്രൊവൈഡ് വേരിയസ് സേവിംഗ് സ്കീംസ്. അതായത് പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല വേരിയസ് സ്കീമുകളുണ്ട്. നാഷണൽ പെൻഷൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പത്രയുണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. ഇതൊക്കെ ഫിനാൻഷ്യൽ ഫെസിലിറ്റിക്കകത്ത് ബാങ്ക് ചെയ്യുന്ന വേറൊരു സർവീസസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ സേവിംഗ് സ്കീമുകളാണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പത്ര, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. അടുത്ത ഇതാണ് അതർ ഫെസിലിറ്റീസ് ആണല്ലോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രീറ്റിംഗ് പോസ്റ്റ്, മീഡിയ പോസ്റ്റ്, ഡയറക്റ്റ് അഡ്വർടൈസിംഗ്, പാസ്പോർട്ട് സർവീസ്, ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ ഒക്കെ കൊളാബറേഷൻ വിത്ത് വെസ്റ്റേൺ യൂണിയൻ ഫിനാൻഷ്യൽ സർവീസുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൊളാബറേറ്റ് ചെയ്യും. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ മണി ട്രാൻസ്ഫർ ചെയ്തത്. സ്പീഡ് പോസ്റ്റ് ഉണ്ട്, ഇ പേയ്മെന്റ് ഉണ്ട്, ഇൻസ്റ്റന്റ് മണി ഓർഡർ ഉണ്ട്, ഫിലാറ്റലി ഉണ്ട്, ഇഷ്യൂ വേരിയസ് ഫോംസുകളുണ്ട് അല്ലേ. ഇതൊക്കെ അതർ ഫെസിലിറ്റീസിനകത്ത് വരുന്നത്. ഒന്നാമത്തെ മെയിൽ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോസ്റ്റൽ സർവീസസിനകത്ത്. അടുത്ത നമ്മൾ പറയുന്നത് കൊറിയർ സർവീസസ് ആണ്. ഇറ്റ്സ് മെസ്സഞ്ചർ ക്യാരിങ് ലെറ്റേഴ്സ്, ഡോക്യുമെന്റ് ആൻഡ് പാഴ്സൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ ത്രൂ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് നോൺ ആസ് കൊറിയർ ഓർ കൊറിയർ കമ്പനീസ്. അപ്പം പറയാം അടുത്തൊരു സർവീസാണ് ഇറ്റ്സ് മെസ്സഞ്ചർ ക്യാരിങ് ലെറ്റർ. ചില മെസ്സഞ്ചേഴ്സ് ലെറ്റർ ക്യാരി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റുകളോ പാഴ്സലോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തുന്നതാണ് ഈ കൊറിയർ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ചിലപ്പോൾ അത് ചെയ്യുന്നത് കേട്ടോ. ഇതിനെ നമുക്ക് കൊറിയർ ഓർ കൊറിയർ കമ്പനീസ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. അടുത്ത ഇലക്ട്രോണിക് മീഡിയ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇന്റർനെറ്റ്, ഇമെയിൽ, ഫാക്സ്, ഡയഗ്രാംസ് ആൻഡ് ഫോട്ടോസ് ഫോർ സെൻഡേഴ്സ്, ഫാക്സ് മെഷീൻസ് ടു റിസീവർ. ഇവിടെ പറയുന്നത് ഇലക്ട്രോണിക് മീഡിയക്കകത്ത് വരുന്ന കാര്യങ്ങൾ. ഏറ്റവും ഇൻക്ലൂഡ്സ് ഇന്റർനെറ്റ്, ഗ്ലോബൽ നെറ്റ്വർക്ക് കമ്പനി കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ഇമെയിൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക് മെയിൽ, ഫാക്സ് ട്രാൻസ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്, ഡയഗ്രാം ആൻഡ് ഫോട്ടോസ് ഫ്രം സെൻഡേഴ്സ്, ഫാക്സ് മെഷീൻ ടു ദ റിസീവർ. അതാണ് ഇലക്ട്രോണിക് മീഡിയ. കാരണം പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫാക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. ഫാക്സ് അങ്ങനെ ഇമെയിലൊക്കെ വരുന്നുണ്ട്, മെയിൽ സർവീസ് ഒക്കെ വരുന്നുണ്ട്, ഫാക്സ് ആയിട്ടായിരുന്നു നമുക്ക് പ്രിന്റും ഒക്കെ വരുന്നത്. അടുത്ത ടെലികോം സർവീസസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടെലിഫോൺ, മൊബൈൽ ഫോൺ, വോയിസ് മെയിൽ, പേജർ സർവീസ്, DTH ഡയറക്ട് ടു ഹോം സർവീസ്, കേബിൾ സർവീസ്. ഇതൊക്കെയാണ് ഇത് ടെലികോം സർവീസിനകത്ത്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ബിസിനസ്സിനകത്ത് പല ഐഡിയാസോ ഇൻഫർമേഷനോ
കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് വേറെ വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന സർവീസസുകളെല്ലാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. Transportation services are considered to be important for business since speed is essence in any business transaction. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗതാഗത സൗകര്യം വേണം. ഓൾസോ ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ചെയ്യുന്ന ഏതാണ്? ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, സ്ഥലങ്ങൾ തമ്മിലുള്ള തടസ്സങ്ങളാണ് ഒഴിവാക്കുന്നത് ഏത്? ട്രാൻസ്പോർട്ടേഷൻ. ദാറ്റ് ഈസ് ഇറ്റ് മേക്ക് ദ ഗുഡ്സ് അവൈലബിൾ ടു ദ കൺസ്യൂമർ ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്ലേസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന്, ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷനാണ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് വെയർ ഹൗസിംഗ് ആണേ. നമുക്ക് അടുത്ത ദിവസം പറയാം. ഇത്രയും വായിച്ചു നോക്കി.